വി.ഡി. സതീശനോട് വെള്ളാപ്പള്ളിക്ക് എന്താണ് ഇത്ര വലിയ ദേഷ്യം എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവുമില്ല. വി.ഡി. സതീശനെ വെള്ളാപ്പള്ളി വേട്ടയാടാൻ തുടങ്ങിയിട്ട് നാളുകൾ പലതായി. സംഗതി വി.ഡി. സതീശൻ്റെ അഹങ്കാരവും അഹന്തയും ഒക്കെ പേരുകേട്ടതാണെങ്കിലും സ്വാർത്ഥതയും പേരുകേട്ടതാണെങ്കിലും വി.ഡി. സതീശൻ ഇങ്ങനെ വെള്ളാപ്പള്ളി തേച്ചൊട്ടിക്കുന്നതിൻ്റെ പിന്നിൽ മറ്റൊരു സാമുദായിക അജണ്ടയും കൂടി ഉണ്ട് എന്ന് പറയാതിരിക്കുക നിവർത്തിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യങ്ങൾ പുറത്തു വന്നല്ലോ. വാർത്തകളിൽ നിറയെ ചർച്ചയും ചെയ്യപ്പെടുന്നുണ്ട്. എന്താണ് വെള്ളാപ്പള്ളി പറഞ്ഞത്? KPCC അധ്യക്ഷൻ സുധാകരനെ മൂലക്കിരുത്തുകയാണ് സതീശൻ ചെയ്യുന്നത്. അവിടെ ഒരു സാമുദായിക ഇഷ്ടം സുധാകരനോട് വെള്ളാപ്പള്ളിക്ക് ഉണ്ട് എന്നുള്ള സൂചന പരസ്യമാക്കുകയാണ് അദ്ദേഹം. സുധാകരൻ ഒന്ന് പറയുമ്പോൾ അതിന് ബദൽ അതേ വേദിയിൽ വെച്ച് മൈക്ക് പിടിച്ചു വാങ്ങി സതീശൻ പറയുന്നു. അത് ശരിയായ രീതിയല്ല. KPCC പ്രസിഡന്റ് പദത്തിന് അതിൻ്റെതായ അന്തസ്സും വിലയുമുണ്ട്. പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡന്റിനെ അധിക്ഷേപിക്കുന്നത് പതിവാക്കിയിരിക്കുന്നു എന്ന തരത്തിലാണ് വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം സതീശനെ കടന്നാക്രമിച്ചത്. അതുമാത്രമല്ല, അഹങ്കാരത്തിൻ്റെ ആൾ രൂപമാണ് വി.ഡി. സതീശൻ എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക, എന്തുമാത്രം വളരെ വലിയ ആരോപണമാണ്, വിമർശനമാണ് വെള്ളാപ്പള്ളി സതീശനെതിരെ തൊടുത്തുവിടുന്നതെന്ന് ഉറപ്പിക്കണം. അഹങ്കാരത്തിൻ്റെ ആൾ രൂപം, താനാണ് രാജാവ്, താനാണ് രാജ്ഞി, താനാണ് രാജ്യം എന്ന തരത്തിലാണ് വി.ഡി. സതീശൻ പ്രവർത്തിക്കുന്നത്. ഇത്രയും സ്വാർത്ഥതയും സെൽഫിഷുമുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ തൻ്റെ ഈ പ്രായകാലത്തിൽ, അതായത് 88 വയസ്സ്, ഈ കാലങ്ങളിലൊന്നും കണ്ടിട്ടില്ല. പല പ്രതിപക്ഷ നേതാക്കളെയും പല KPCC അധ്യക്ഷന്മാരെയും കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. വി.ഡി. സതീശനെ സമുദായ നേതാക്കൾക്കോ സമുദായത്തിലെ അംഗങ്ങൾക്കോ വളരെ താല്പര്യമില്ല. മറ്റൊന്നുമല്ല, വി.ഡി. സതീശൻ്റെ ചില കൂട്ടുകെട്ടുകൾ ശരിയല്ല. വി.ഡി. സതീശൻ കോൺഗ്രസിനെ നയിക്കുന്നത് തീവ്രവാദ ഗ്രൂപ്പുകളിലേക്കാണ് എന്ന വിമർശനം പൊതുവെ ഉണ്ട്. അതിനൊപ്പമാണ് വെള്ളാപ്പള്ളിയുടെ വിമർശനവും ഉയർന്ന് വരുന്നത്. വെള്ളാപ്പള്ളി എന്തിനാകും രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുകയും വി.ഡി. സതീശനെ അകറ്റുകയും ചെയ്യുന്നത്? കാരണം വെള്ളാപ്പള്ളി രമേശ് ചെന്നിത്തലയെക്കുറിച്ച് പറയുമ്പോൾ NSSും രമേശ് ചെന്നിത്തലയും അണ്ണൻ തമ്പി ബന്ധമാണ് ഉള്ളതെന്ന് വെള്ളാപ്പള്ളി ആവർത്തിച്ച് പറയുമ്പോൾ, പിന്നെ ചെന്നിത്തലയെ പുകഴ്ത്തുമ്പോൾ, മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിൽ യോഗ്യതയുള്ള ഏക വ്യക്തി ചെന്നിത്തലയാണെന്ന് വെള്ളാപ്പള്ളി പറയുമ്പോൾ അത് സതീശനെതിരെയുള്ള വിമർശനം കൂടിയാണ്. കാരണം സതീശനാണ് മുഖ്യമന്ത്രി കസേരയിലേക്ക് കണ്ണു നട്ടിരിക്കുന്നത്. സതീശൻ്റെ ആണ് ആഗ്രഹം. എന്താണ്? KPCC അധ്യക്ഷനെ പതുക്കെ അവിടെ നിന്ന് മാറ്റിയിട്ട് തൻ്റെ ഒരു ഇഷ്ടക്കാരനെ KPCC അധ്യക്ഷനാക്കി വയ്ക്കുക, എന്നിട്ട് താൻ പതിയെ മുഖ്യമന്ത്രിയാവുക. അതിന് പാർട്ടിയിലെ യുവജനങ്ങളുടെ, അതായത് യൂത്തിൻ്റെ പിന്തുണ തനിക്കുണ്ടെന്ന് ആണ് വി.ഡി. സതീശൻ്റെ അവകാശവാദം. ഇത് പൊള്ളയാണെന്ന് തുറന്നു കാണിക്കേണ്ട ഉത്തരവാദിത്തമാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം വെള്ളാപ്പള്ളി എപ്പോഴാണ് ഈ വിമർശനങ്ങൾ ഉന്നയിച്ചു തുടങ്ങിയതെന്ന് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. കോൺഗ്രസിൽ പുനഃസംഘടന വരുന്നു, കോൺഗ്രസ് പാർട്ടിയിൽ പുനഃസംഘടന നടക്കാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞ ശേഷമാണ് വെള്ളാപ്പള്ളി ഇത് പറഞ്ഞു തുടങ്ങുന്നത്. AICCയുടെ കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, അവർക്ക് കേരളത്തിൻ്റെ ഈ സാമുദായിക സമവാക്യങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവോ വിവരമോ ഇല്ല. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ചർച്ചകൾ, മാധ്യമങ്ങളിൽ വരുന്ന ചർച്ചകളൊക്കെ ഹൈക്കമാൻഡിൻ്റെ ശ്രദ്ധയിലും വരണം. ഹൈക്കമാൻഡ് ശ്രദ്ധയിൽ വന്നാൽ മാത്രമേ പ്രതിപക്ഷ നേതാവ് കാലഹരണപ്പെട്ട സാമുദായിക സമവാക്യം കൊണ്ട് നടക്കുന്ന ആളാണ്, അദ്ദേഹത്തിന് ജനപിന്തുണയില്ല എന്ന് വരുത്തി തീർക്കണം. അതാണ് വെള്ളാപ്പള്ളിയുടെ ഉദ്ദേശം. മാത്രമല്ല, ചെന്നിത്തല മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ ചെന്നിത്തലയോട് വെള്ളാപ്പള്ളിക്കൊരു സോഫ്റ്റ് കോർണറുണ്ട്. ചെന്നിത്തല എല്ലാ സമുദായ നേതാക്കളെയും ഒരുപോലെ ബഹുമാനിക്കുന്ന ആളുമാണ്. ആരോടും തലക്കനം വെച്ച് സൂക്ഷിക്കാറില്ല. എല്ലാവരോടും ഇഷ്ടത്തോടു കൂടിയാണ് ചെന്നിത്തല പെരുമാറുന്നത്. അത് ഒരു പ്ലസ് പോയിൻ്റാണ് ചെന്നിത്തലയ്ക്ക്. ഇതെല്ലാം പുനഃസംഘടനയുടെ സമയത്താണ് വരുന്നത്. ചെന്നിത്തല ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ചെന്നിത്തല എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ടായിരുന്നു, നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊന്നും ആരും ചെന്നിത്തലയെ ശ്രദ്ധിച്ചില്ല, ആരും ചെന്നിത്തലയെ പുകഴ്ത്തി പറഞ്ഞതുമില്ല. ഈ പുനഃസംഘടനയുടെ കാര്യം വന്നപ്പോൾ ചെന്നിത്തലയെ പതിയെ പുകഴ്ത്താൻ തുടങ്ങി. ചെന്നിത്തലയെ NSSും SNDPയും ചേർത്ത് പിടിക്കുമ്പോൾ NSSും SNDPയും സതീശനെ പിന്നിൽ നിന്ന് കുത്തുന്നത് പോലെയുള്ള കുത്തുവാക്കുകൾ കൊണ്ട് നോവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പാർട്ടിയുടെ പുനഃസംഘടന നടക്കുമ്പോൾ കൃത്യമായി അറിയാൻ കഴിയും, ആര് വീഴും ആര് വാഴുമെന്ന്.